വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. UDFിലെ സീറ്റ് വിഭജനം കീറാമുട്ടിയായി തുടരുന്നു. 3 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. അനുനയിപ്പിക്കാൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയും പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. 3ാം സീറ്റ് വിഷയം ലീഗിന്റെ ഉന്നതാധികാര സമിതിയും ചർച്ച ചെയ്യും. സൌഹൃദ സന്ദർശനമാണെന്ന വിശദീകരണവുമായാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്ടിലെത്തിയത്. ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ മുല്ലപ്പള്ളി പക്ഷേ 3ാം സീറ്റ് എന്ന ലീഗ് ആവശ്യത്തിന്മേൽ പരസ്യ പ്രതികരണത്തിന് തയ്യാറായില്ല. ഞാൻ പറഞ്ഞല്ലേ, മുസ്ലിം ലീഗും ഞങ്ങളുടെ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? 50 വർഷക്കാലത്തെ ബന്ധമാണുള്ളത്. മാത്രവുമല്ല, ആ ബന്ധം ഇന്നുവരെ ഒലിയാതെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരിക്കൽ പോലും മുസ്ലിം ലീഗ് കോൺഗ്രസ് തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പേരിൽ ആ ബന്ധം ഒലിഞ്ഞു പോയിട്ടില്ല, ഒലിയേയില്ല. ലീഗ് അങ്ങനെ ഒരു ആവശ്യം ഇപ്പോൾ വെച്ചല്ലോ, ഒന്നാമത് ചർച്ചകൾ പോലും ആയിട്ടില്ലല്ലോ. ലീഗിന്റെ കമ്മിറ്റികൾ പോലും അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തിയിട്ടില്ല. പിന്നെ നമ്മൾ എന്തിനാ ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്? അതിരാവിലെ തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പാണക്കാട് എത്തിയിരുന്നു. 3ാം സീറ്റ് ലീഗിന് അവകാശപ്പെട്ടതാണ് എന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. മുൻകാലങ്ങളിൽ സീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ലീഗിന്, ചോദിക്കുന്നതിലൊന്നും തെറ്റില്ല. 3ാം സീറ്റ് ആവശ്യം പാർട്ടി ഇപ്പോൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നതെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം. രാഷ്ട്രീയ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് മുഴുവൻ. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ UDF ആയിട്ടുള്ള ചർച്ചയ്ക്ക് അതിന്റെ പ്രോപ്പർ ഫോറത്തിൽ പ്രോപ്പർ ടൈമിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. 3ാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്നും ലീഗിനെ അനുനയത്തിലൂടെ പിന്തിരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റും പരിഗണനയും എന്ന വാഗ്ദാനമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം 3ാം സീറ്റിൽ നിന്നും പിന്നോക്കം പോയാൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ അത് അമർഷമുണ്ടാക്കും എന്ന ആശങ്കയും ലീഗിനുണ്ട്. ന്യൂസ് 18 മലപ്പുറം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റ് ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ്. അനിവാര്യമില്ലാത്ത മുഴുവൻ സിറ്റിംഗ് എംപിമാരെയും ഒഴിവാക്കണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ സിറ്റിംഗ് MLA-മാരെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ് എന്നായിരുന്നു ശശി തരൂർ MPയുടെ മറുപടി. സംസ്ഥാന പ്രസിഡന്റിന്റെ പേരിന് പോലും സ്ഥാനാർത്ഥി ചർച്ചകളിൽ കാര്യമായ പരിഗണന കിട്ടുന്നില്ലെന്ന തിരിച്ചറിവാണ് യൂത്ത് കോൺഗ്രസ് അടിയന്തര സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് വഴിവെച്ചത്. ഇടുക്കി അടക്കം 5 സീറ്റുകൾ പാർട്ടിയോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ച യൂത്ത് കോൺഗ്രസുകാർ സിറ്റിംഗ് MPമാരിൽ അനിവാര്യരൊഴികെ ബാക്കി എല്ലാവരെയും മാറ്റണമെന്നും ആവശ്യപ്പെട്ടു. ഇറക്കുമതി സ്ഥാനാർത്ഥിയെന്ന് പ്രവർത്തകർക്ക് തോന്നുന്ന ആരെയും അംഗീകരിക്കില്ലെന്നും MA ഷാനവാസിന്റെ മകളുടെ സ്ഥാനാർത്ഥിത്വത്തെ പരോക്ഷമായി സൂചിപ്പിച്ച് സംഘടനാ നേതൃത്വം വ്യക്തമാക്കി. ഒഴിവ് വരുന്ന സീറ്റുകളിൽ പകുതിയോളം സീറ്റുകൾ 5 സീറ്റുകളെങ്കിലും ചെറുപ്പക്കാർക്കും പുതുമുഖങ്ങൾക്കുമായി നൽകണം എന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് അവസരം നൽകണമെന്ന യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യത്തോടെ യോജിക്കുന്നതായി ശശി തരൂർ MP വ്യക്തമാക്കി. സിറ്റിംഗ് MPമാരൊക്കെ മാറണമോ വേണ്ടയോ എന്നത് പാർട്ടി തീരുമാനിക്കേണ്ടതാണെന്നും ശശി തരൂർ പറഞ്ഞു. ഞാൻ 100% അവരൊപ്പമാണ്. യുവാക്കൾക്കൊരു അവരാണ് നമ്മുടെ ഭാവി. ആരെങ്കിലും മാറുന്നതിൽ പാർട്ടിയുടെ തീരുമാനമാണ്. അതോ അവസാനത്തിൽ പാർട്ടിയുടെ വിശ്വാസം എന്താ അറിയോ? വിന്നബിലിറ്റി. നമ്മൾക്ക് ആരാ ജയിക്കാൻ സാധ്യതയുള്ളൂ അത് നോക്കണം. വിജയസാധ്യത നോക്കിയാണ് സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടതെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു. ന്യൂസ് 18 കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി മത്സരിക്കേണ്ട എന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. നിയമസഭയിൽ ഉമ്മൻചാണ്ടി ഉണ്ടാകുന്നതാണ് ഗുണകരം. സിറ്റിംഗ് MPമാർക്ക് വീണ്ടും സീറ്റ് നൽകണമെന്നും മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന കാര്യം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായവും ഹൈക്കമാൻഡിന്റെ അഭിപ്രായമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മത്സരിച്ചാലും ഗുണം ചെയ്യും, മത്സരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് നിയമസഭയിൽ നല്ലൊരു സാമാജികനുണ്ടാവും. ഞങ്ങൾക്ക് അദ്ദേഹം പോകുന്നതിനോട് ഇഷ്ടമില്ല. കാരണം നിയമസഭയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് കൂടുതൽ കരുത്ത് നൽകുന്നുണ്ട്. ജോസ് കെ മാണിയുടെ കേരള യാത്രയ്ക്ക് പിന്നാലെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ജനമഹായാത്ര. കാസർകോട്ടെ ഉപ്പളയിൽ നിന്നുമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ യാത്ര തുടങ്ങുന്നത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി പാർട്ടി പതാക കൈമാറി ജനമഹായാത്ര ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ ഭരണത്തിനെതിരെയാണ് യാത്ര. ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ K സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ്, മുതിർന്ന നേതാവ് VM സുധീരൻ തുടങ്ങിയവർ പങ്കെടുക്കും. 28-ന് തിരുവനന്തപുരത്ത് യാത്ര സമാപിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ സീറ്റ് വിഭജനം ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന് CPM. 11-ന് ചേരുന്ന LDF യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകണമെന്നും CPM സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ചു. തിങ്കളാഴ്ച മുതൽ ഉഭയകക്ഷി ചർച്ച ആരംഭിക്കണമെന്നും സംസ്ഥാന കമ്മിറ്റി LDFന് നിർദ്ദേശം നൽകി. അതേസമയം LDFന് അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിലെന്നും അഭിപ്രായ സർവേകൾ ആസൂത്രിതമാണ് എന്നും കോടിയേരി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളിൽ വിജയിക്കാനുള്ള പ്രവർത്തനം സംഘടിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് 8 സീറ്റാണ് ലഭിച്ചത്.
ഇത്തവണ ഇടതുപക്ഷത്തിന് അനുകൂലമായ വിധത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയത്. വിവരങ്ങളുമായി കിരൺ ബാബു ചേരുന്നു. കിരൺ, എന്തായാലും LDFന്റെ സീറ്റ് വിഭജനം ഉടൻ പൂർത്തിയാകാനുള്ള ഒരു സാധ്യതയാണോ കാണുന്നത്? മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, അതുതന്നെയാണ്. എത്രയും വേഗം സീറ്റ് വിഭജനം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കണം എന്നുള്ളതാണ് CPMന്റെ തീരുമാനം. ഇത് CPMനെ സംബന്ധിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതീവ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. അതാണ് പെട്ടെന്ന് തന്നെ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കണം എന്നൊരു നിർദ്ദേശം LDFന് നൽകുന്നത്. ഈ അടുത്ത ദിവസങ്ങൾ തന്നെ അടുത്ത ഫെബ്രുവരി 11-ാം തീയതിയാണ് LDFന്റെ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. അതിനു മുമ്പായി തന്നെ എല്ലാ ഘടകകക്ഷികളുമായും ഉഭയകക്ഷി ചർച്ച നടത്തുക, എല്ലാവരുമായും ഇങ്ങനെ പ്രത്യേകം ചർച്ച നടത്തി സീറ്റിന്റെ കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ ഒരു പ്രധാന തീരുമാനം CPMന് ഇപ്പോൾ കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിൽ ഏതെങ്കിലും വിട്ടുകൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പാർട്ടിക്കുള്ള ധാരണ. അതനുസരിച്ച് തന്നെയാവും അത്തരം ഒരു ചർച്ചയാവും സ്വാഭാവികമായും ഘടകകക്ഷികളുമായി നടത്തുക. അതിനുശേഷം ഈ 11-ാം തീയതിക്ക് മുമ്പായി, ഈ 14-ലെ യോഗത്തിന് മുമ്പായി ഇതിലൊരു ധാരണ ഉണ്ടാക്കിയാൽ ആ സീറ്റ് വിഭജനത്തിന്റെ കാര്യം ഉറപ്പായാൽ അടുത്ത സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കാൻ പറ്റും. സ്ഥാനാർത്ഥി ചർച്ചകൾ ഉടനെ ഉണ്ടാകുമോ, സിറ്റിംഗ് MPമാർക്കെല്ലാം വീണ്ടും അവസരം നൽകുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരമായി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല എന്നാണ്. സ്ഥാനാർത്ഥി ചർച്ചകൾക്ക് സംബന്ധിച്ച് PBയുടെ ഭാഗത്തു നിന്ന് സാധാരണഗതിയിൽ പൊതുവായ ചില നിർദ്ദേശങ്ങൾ വരാറുണ്ട്, ചില മാനദണ്ഡങ്ങൾ വെക്കാറുണ്ട്. അത്തരം നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ല. മാർച്ച് ആദ്യവാരമാണ് PB ചേരുന്നത്, PBയും കേന്ദ്ര കമ്മിറ്റിയും ചേരുന്നത്. ഈ സമയത്താവും സ്വാഭാവികമായും ഇത്തരം നിർദ്ദേശങ്ങൾ വരിക. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് പാർട്ടി കിടക്കൂ. പക്ഷേ അതിനു മുമ്പ് തന്നെ പ്രചരണത്തിലേക്ക് പാർട്ടി കിടക്കുന്നു. 14 ജില്ലകളിലും കേന്ദ്ര സംസ്ഥാന ബഡ്ജറ്റുകളുടെ എങ്ങനെയാണ് രണ്ട് ബഡ്ജറ്റുകളും ഒരു കേന്ദ്ര ബഡ്ജറ്റ് ജനദ്രോഹമാകുന്നുവെന്നും സംസ്ഥാന ബഡ്ജറ്റ് ജനക്ഷേമമാകുന്നുവെന്നും വ്യക്തമാക്കിക്കൊണ്ടുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഓരോ ജില്ലകളിലും നടക്കുന്ന ഈ സെമിനാറുകളിൽ ഓരോ മന്ത്രിമാരേക്കും ചുമതല നൽകിയിട്ടുണ്ട്. ശരി കിരൺ. നാളെ നടക്കാനിരിക്കുന്ന CMP CPM ലയനത്തിന് കോടതിയുടെ വിലക്ക്. CMP സ്ഥാപക നേതാവ് MP രാഘവന്റെ മകൻ MP രാജേഷ് നൽകിയ ഹർജി പരിഗണിച്ചാണ് CPMൽ ലയിക്കാനുള്ള CMP സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കം എറണാകുളം പ്രിൻസിപ്പൽ മുൻസിഫ് കോടതി താൽക്കാലികമായി തടഞ്ഞത്. വിവരങ്ങളുമായി CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? CMPയിലെ ഒരു വിഭാഗം CPMൽ ലയിക്കുന്നതാണ് കോടതി തടഞ്ഞിരിക്കുന്നത്. CMPയുടെ സ്ഥാപക നേതാവിന്റെ മകൻ MP രാജേഷ് നൽകിയ കേസിന്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം മുനിസിപ്പൽ കോടതി CMP CPM ലയനം തടഞ്ഞുകൊണ്ട് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. MP രാജേഷിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ നടപടിയും കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. പാർട്ടി ഭരണഘടന അനുസരിച്ച് CMPയുടെ ഉന്നതാധികാര സമിതിയായ പാർട്ടി കോൺഗ്രസിന് മാത്രമേ പാർട്ടി സംബന്ധമായ നയപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ പറ്റുകയുള്ളൂ എന്നും ഹർജിക്കാരൻ ഹർജിയിൽ ആരോപിച്ചിരുന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് കോടതി ഇപ്പോൾ ഇത് തടഞ്ഞുകൊണ്ട് ഉത്തരവായിരിക്കുന്നത്. CMPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന MK കണ്ണന്റെ നേതൃത്വത്തിലാണ് പാർട്ടിയിലെ ഒരു ഭാഗം CPMൽ ലയിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നത്. നാളെയാണ് ഇതുമായി ബന്ധപ്പെട്ട ലയന സമ്മേളനം കൊല്ലത്ത് ചേരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ ലയന സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് നേരത്തെ MK കണ്ണൻ വാർത്താ സമ്മേളനം വിളിച്ച് പ്രഖ്യാപിച്ചിരുന്നത്. ശരി, CN പ്രകാശ്. നടൻ മോഹൻലാൽ മത്സരിക്കാൻ തയ്യാറായാൽ സ്വാഗതം ചെയ്യുമെന്ന BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. സ്ഥാനാർത്ഥിയാവണമെന്ന ആവശ്യവുമായി BJP നേതാക്കളാരും മോഹൻലാലിനെ സമീപിച്ചതായി അറിയില്ല. എന്നാൽ മോഹൻലാൽ സമ്മതിച്ചാൽ കേരളത്തിലെ ഏത് മണ്ഡലത്തിലും മത്സരിക്കുന്നതിനെ സ്വാഗതം ചെയ്യും. ഇവിടുത്തെ നേതാക്കൾ മത്സരിച്ചാൽ ജയിക്കാനുള്ള സാഹചര്യം കേരളത്തിലുണ്ടായെന്നും ജയസാധ്യത വെച്ച് കേന്ദ്ര നേതാക്കളെ സ്ഥാനാർത്ഥിയാക്കേണ്ടതില്ല എന്നും രമേശ് പറഞ്ഞു. മോഹൻലാൽ മത്സരിക്കണമെന്ന് ആർക്കാഗ്രഹമുള്ളത് അത് മോഹൻലാലാണോ തീരുമാനിക്കുന്നത്? മോഹൻലാലിനെ പോലെയുള്ള ആൾക്ക് തിരുവനന്തപുരത്തല്ല, കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലത്തിലും ആളുകള് പാർട്ടി പ്രവർത്തകന്മാരും ബഹുജനങ്ങളും തയ്യാറാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയാവണമെന്ന്. പക്ഷെ അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. ഏതായാലും BJPയുടെ പാർട്ടി നേതൃത്വത്തിന് മുമ്പാകെ അത്തരം ശുപാർശകളൊന്നും ഇപ്പോഴും വന്നില്ല. മോഹൻലാൽ അങ്ങനെ തീരുമാനമെടുത്താൽ അതിനെ ആദ്യം സ്വാഗതം ചെയ്യുന്ന പാർട്ടി BJP ആയിരിക്കും, സംശയമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RMP കോൺഗ്രസ് സഹകരണത്തിന് അണിയറ നീക്കം. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻകൈയെടുത്ത് നടത്തുന്ന നീക്കത്തോട് ഒഞ്ചിയത്തെ RMP നേതൃത്വം അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്നാൽ നീക്കത്തോട് RMPയിലെ ഒരു വിഭാഗം എതിർപ്പുന്നയിച്ചിരിക്കെ അന്തിമ തീരുമാനം 20-ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകും. JDU മുന്നണി വിട്ട സാഹചര്യത്തിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ വിജയമുറപ്പിക്കാൻ RMP പിന്തുണ വേണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. 2009-ൽ 21,833 വോട്ടും 2014-ൽ 17,229 വോട്ടുമാണ് വടകര മണ്ഡലത്തിൽ RMPക്ക് ലഭിച്ചത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KK രമയ്ക്ക് 20,504 വോട്ടും ലഭിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളിയുടെ ലീഡ് 3,306 വോട്ട് മാത്രമാണ്.
ലോക്സഭയിൽ വോട്ടു നൽകിയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ RMP സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാമെന്നാണ് മുല്ലപ്പള്ളിയുടെ ഫോർമുല. CPM-മായി ഏറ്റുമുട്ടലുകൾ തുടരുന്ന സാഹചര്യത്തിൽ RMPക്ക് വടകര മണ്ഡലത്തിൽ ഇടതുപക്ഷം വിജയിക്കാതെ നോക്കേണ്ടതുണ്ട്. സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താതെ കോൺഗ്രസുമായി ധാരണയുണ്ടാക്കണമെന്ന് RMP നേതാക്കളിൽ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. പാർട്ടി വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ വേണ്ടതു ചെയ്യുമെന്നും കോൺഗ്രസ് നേതൃത്വം ചർച്ചയ്ക്ക് വന്നാൽ പരിശോധിക്കാമെന്നും RMP സംസ്ഥാന സെക്രട്ടറി N. വേണു അറിയിച്ചു. UDF ചർച്ചയ്ക്ക് വന്നിട്ടില്ല, വന്നാൽ ആലോചിച്ച് ഒരു വോട്ട് ഭിന്നിച്ച് പോകാത്ത രൂപത്തിൽ ഉള്ള ഒരു നിലപാട് സ്വീകരിക്കും. എന്നാൽ വടകരയിൽ RMP നിർണായക ഘടകമല്ലെന്നാണ് CPM നിലപാട്. ഇന്ത്യമേറിയിലെ ചില പോക്കറ്റുകളിൽ ചിലർ അവശേഷിക്കുന്നുണ്ട്. അവർ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ എന്ത് ചലനം സൃഷ്ടിക്കാനാണ്? അതേസമയം തെരഞ്ഞെടുപ്പിൽ ആരുടെയും പിന്തുണ വേണ്ടെന്ന് പറയില്ലെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കി. നിലവിൽ RMPയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും ഭാവിയിലെ കാര്യങ്ങൾ ഇപ്പോൾ പറയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ആര് പിന്തുണ വാഗ്ദാനം ചെയ്താൽ ഞങ്ങൾ സ്വീകരിക്കുമല്ലോ. തെരഞ്ഞെടുപ്പല്ലേ, ഒരു ചർച്ചയും നടന്നിട്ടില്ല. കോൺഗ്രസുമായി ധാരണയുണ്ടാക്കുന്നതിനെ RMPയിലെ ഒരു വിഭാഗം എതിർക്കുന്നുണ്ട്. 20-ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കും. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. അങ്ങനെയെങ്കിൽ എങ്ങനെ? പാർട്ടിയുടെ ഏക ലോക്സഭാ അംഗത്തെ വീണ്ടും കളത്തിലിറക്കി പൂരനഗരിയെ ഒപ്പം നിർത്താൻ CPI ശ്രമിക്കുമോ? അതോ ജനപ്രീതിയിൽ ഒരു പിടി മുന്നിൽ നിൽക്കുന്ന മുൻ മന്ത്രി KP രാജേന്ദ്രനെ കളത്തിലിറക്കുമോ? VM സുധീരൻ മുതൽ ലതിക സുഭാഷ് വരെയാണ് കോൺഗ്രസിന്റെ പട്ടികയിൽ. K. സുരേന്ദ്രനെയും തുഷാർ വെള്ളാപ്പള്ളിയെയും NDA പരിഗണിക്കുമ്പോൾ പൂരനഗരിയിലെ തെരഞ്ഞെടുപ്പ് പൂരം പൊടിപാറും. തൃശൂരിന്റെ മനസ്സ് കൂടുതൽ ചാഞ്ഞിട്ടുള്ളത് ഇടത്തോട്ടാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 38,000-ലധികം വോട്ടിനാണ് CPIയിലെ CN ജയദേവൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി KP ധനപാലിനെ തോൽപ്പിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ തൃശൂർ പിടിക്കാൻ CN ജയദേവനേക്കാൾ പ്രതിച്ഛായയുള്ള മറ്റാരെയെങ്കിലും രംഗത്തിറക്കണമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട്. അതുകൊണ്ടുതന്നെ രണ്ടാം ഊഴത്തിന് അവസരമുണ്ടോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിനും ഉറപ്പില്ല. പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. മിക്കവാറും മാർച്ചാദ്യത്തോടുകൂടി അത് പറയാൻ പറ്റും. ജയദേവിന് പകരം മുൻ മന്ത്രിയായിരുന്ന KP രാജേന്ദ്രനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ തുടങ്ങിയിട്ടുള്ളത്. കൃഷിമന്ത്രി VS സുനിൽകുമാറിനെ തന്നെ കളത്തിലിറക്കണമെന്ന് പറയുന്നവരും പാർട്ടിയിലുണ്ട്. PC ചാക്കോയും AC ജോസുമെല്ലാം മിന്നുന്ന വിജയം നേടിയ മണ്ഡലം തിരിച്ചുപിടിക്കാൻ 18 അടവും പയറ്റാനാണ് കോൺഗ്രസിന്റെ തയ്യാറെടുപ്പ്. VM സുധീരന്റെ പേര് സജീവമാണെങ്കിലും DCC പ്രസിഡന്റ് കൂടിയായ TN പ്രതാപനാണ് കൂടുതൽ പരിഗണന. പാർട്ടി പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ് ഏത് കോൺഗ്രസ് പ്രവർത്തകന്റെയും ആത്യന്തികമായ കടമ. AI ഗ്രൂപ്പുകളുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും. വനിതാ സ്ഥാനാർത്ഥിയെങ്കിൽ പത്മജ വേണുഗോപാൽ, ലതിക സുഭാഷ് എന്നിവരുടെ പേരുകളും പട്ടികയിലുണ്ട്. കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കി ത്രികോണ മത്സരത്തിനാണ് NDA കോപ്പുകൂട്ടുന്നത്. BJPയിലെ V. മുരളീധരൻ വിഭാഗത്തിന് സ്വാധീനമുള്ള ജില്ലാ ഘടകം മുന്നോട്ട് വയ്ക്കുന്ന പേര് K. സുരേന്ദ്രന്റേതാണ്. AN രാധാകൃഷ്ണനും B. ഗോപാലകൃഷ്ണനും പട്ടികയിലുണ്ട്. BDJSന് നൽകിയാൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചേക്കും. സുവി വിശ്വനാഥൻ, ന്യൂസ് 18 തൃശൂർ. കട്ടപ്പുറത്തും കാറ്റൂരൽ. ടോമിൻ തച്ചങ്കരിയെ MD സ്ഥാനത്ത് നിന്നും മാറ്റിയതിനു പിന്നാലെ തച്ചങ്കരിയുടെ പരിഷ്കാരങ്ങളും മാറ്റി KSRTC. 4 ദീർഘദൂര ബസ്സുകളിലെ ഡ്രൈവർ കം കണ്ടക്ടർ ഡ്യൂട്ടി ക്രമീകരണം ഒഴിവാക്കി. രാവിലെ ജോലിക്കെത്തിയ പാലക്കാട് ബസ്സിലെ ഡ്രൈവർ കം കണ്ടക്ടർ ഡ്യൂട്ടിക്കാരൻ ജിനോയെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിച്ചില്ല. ജോലിക്കെത്തിയ KSRTC ജീവനക്കാരനെ ഇറക്കിവിട്ട സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുവെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. രാവിലെ പാലക്കാടേക്കുള്ള ബസ്സിൽ ഡ്യൂട്ടിക്കെത്തിയതായിരുന്നു ജിനോ. ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിൽ ജോലി ചെയ്തിരുന്ന ജിനോയ്ക്ക് പക്ഷേ ഇന്ന് ജോലിയിൽ പ്രവേശിക്കാനായില്ല. ജിനോ ജോലി ചെയ്തിരുന്ന പാലക്കാട് സർവീസ് ഇനി മുതൽ ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനത്തിലല്ലെന്ന് തമ്പാനൂർ ഡിപ്പോയിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജോലിക്കെത്തിയ KSRTC ജീവനക്കാരനെ ഇറക്കിവിട്ട സംഭവത്തിൽ ഗതാഗത മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഡ്യൂട്ടി പരിഷ്കരണത്തിലെ അപാകത പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എന്തെങ്കിലും ഒരു നിലപാട് തിരുവനന്തപുരത്തെ DTO സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് 1 മണിക്കൂറിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 8 മണിക്കൂറിൽ കുറവ് റണ്ണിംഗ് സമയമുള്ളതിനാലാണ് പാലക്കാട്, കോഴിക്കോട് ദീർഘദൂര സർവീസുകളിലെ ഡ്രൈവർ കം കണ്ടക്ടർ രീതി മാറ്റിയതെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. മറ്റ് ദീർഘദൂര സർവീസുകൾ ഡ്രൈവർ കം കണ്ടക്ടർ രീതി തന്നെയാണ് തുടരുന്നതെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. തച്ചങ്കരി ഡ്രൈവർ കം കണ്ടക്ടർ രീതി കൊണ്ടുവന്നപ്പോൾ തന്നെ യൂണിയനുകൾ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു. യൂണിയൻ സമ്മർദ്ദത്തെ തുടർന്നാണ് തച്ചങ്കരി കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ മാറ്റിയതെന്നും ആക്ഷേപമുണ്ട്. എന്നാൽ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലെന്നാണ് യൂണിയനുകളുടെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. സമരത്തിനെതിരെ സർക്കാർ.
എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമരത്തെ തള്ളി മന്ത്രി കെ ശൈലജ. സമരക്കാരുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചതാണെന്നും കുട്ടികളെ പ്രദർശിപ്പിച്ച് സമരം നടത്തുന്നത് അംഗീകരിക്കാനാവില്ല എന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ പ്രസ്താവന മനസാക്ഷിയെ കുത്തുകൊണ്ടാണ് എന്ന് നിരാഹാരം തുടരുന്ന സാമൂഹ്യ പ്രവർത്തക ദയാബായി പ്രതികരിച്ചു. എൻഡോസൾഫാൻ സമരക്കാരുമായി നടന്ന ചർച്ചയിലെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നിട്ടും സമരം തുടരുന്നതിന്റെ ലക്ഷ്യമറിയില്ലെന്ന് മന്ത്രി പറഞ്ഞു. അവർ കുറെ കുട്ടികളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരിക്കുന്നു, സമരം ചെയ്യുന്നു. എന്താ അതിന്റെ പിന്നിലെ താല്പര്യം എനിക്കത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അവർ പറഞ്ഞെല്ലാം ഗവൺമെന്റ് കേട്ടിട്ടുണ്ട്. ഇന്നലെ നല്ല ചർച്ചയായിരുന്നു. പക്ഷെ അവരൊന്നിനും വഴങ്ങാണ്ട് ഇവിടെ ഈ കുട്ടികളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുകയാണ്. കുട്ടികളെയും കൊണ്ട് ഇവിടെ ഇരുന്നിട്ട് ശരിയല്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് സമരം പന്തലിൽ ഉയർന്നത്. അവർ ഞങ്ങളെ വോട്ടും വാങ്ങിയിട്ട് കസാലിരുന്നിട്ട് അവരെന്ത് ഞങ്ങളെ മക്കളെ പ്രദർശനം പറയുന്നത്? അവർ ഒരു അമ്മയാണോ? അവർക്ക് മക്കളില്ല. അവരിങ്ങനത്തെ വാക്ക് സംസാരിക്കാൻ പാടുണ്ടോ? അവരോട് ആ കസാലിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ. മന്ത്രിയുടെ പ്രസ്താവന മനുഷ്യത്വരഹിതമെന്ന് സാമൂഹ്യ പ്രവർത്തക ദയാബായി. ഇത് പറയുന്ന എന്തുകൊണ്ടാ? അവർക്ക് മനസാക്ഷി കുത്തു വരുന്നത്, അവർക്ക് കുറ്റബോധമുണ്ട്. ഇത് ആരും കാണരുതെന്ന് വെച്ച്, ലോകം അറിയരുതെന്ന് വെച്ച് ഇത് ഇപ്പോൾ അറിയാൻ തുടങ്ങി. സോ ഇവരെ സൈലൻസ് ആക്കുമ്പോൾ ഐ വിൽ നോട്ട് സ്റ്റേ വിത്ത് ദാറ്റ്. മന്ത്രി സമരപന്തൽ സന്ദർശിക്കണമെന്ന VM സുധീരൻ ആവശ്യപ്പെട്ടു. സമരക്കാർക്കായി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്നത് ശരിയല്ലെന്നും ചെയ്യാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും P. കരുണാകരൻ MP പറഞ്ഞു. നാളെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് സമരക്കാർ സങ്കടയാത്ര നടത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. പോലീസിന്റെ ചരിത്രത്തിലാദ്യമായി കൂട്ടത്തരം താഴ്ത്തൽ. 11 ഡിവൈഎസ്പിമാരെ CIമാരായി തരം താഴ്ത്തി ഉത്തരവിറങ്ങി. നടപടി രാഷ്ട്രീയ പകപോക്കലാണ് എന്നാരോപിച്ച് തരം താഴ്ത്തപ്പെട്ടവർ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ഹർജി നൽകും. 53 ഡിവൈഎസ്പിമാരെ സ്ഥലം മാറ്റുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തുന്ന പോലീസ് അഴിച്ചുപണിയുടെ ആദ്യഘട്ടമാണ് നടപടി. തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുമെങ്കിലും തരം താഴ്ത്തുന്നത് അപൂർവമാണ്. സംസ്ഥാനത്ത് ആദ്യമായാണ് 11 ഡിവൈഎസ്പിമാരെ CIമാരാക്കി ഒന്നിച്ചു തരം താഴ്ത്തുന്നത്. സസ്പെൻഷനടക്കം ശിക്ഷാ നടപടി നേരിട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നത് തടയാൻ നിയമ ഭേദഗതി വന്നിരുന്നു. ഇതിനായി കേരള പോലീസ് നിയമം ഭേദഗതി ചെയ്ത ഓർഡിനൻസിന് ഗവർണർ അടുത്തിടെ അംഗീകാരവും നൽകി. തൊട്ടു പിന്നാലെയാണ് തരം താഴ്ത്തൽ. താൽക്കാലികമായി സ്ഥാനക്കയറ്റം നൽകിയവരെയാണ് തരം താഴ്ത്തിയതെന്ന് ഉത്തരവിൽ പറയുന്നു. CPM അനുകൂല നിലപാട് സ്വീകരിക്കാത്തതാണ് നടപടിക്ക് പിന്നിലെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. ഹൈക്കോടതിയെ സമീപിക്കാനാണ് ചിലരുടെ തീരുമാനം. ക്രിമിനൽ പശ്ചാത്തലമുള്ള CPM അനുകൂലികളായ ഉദ്യോഗസ്ഥരെ നടപടിയിൽ നിന്ന് ഒഴിവാക്കിയതായും ചില പോലീസുകാർക്ക് ആക്ഷേപമുണ്ട്. 53 ഡിവൈഎസ്പിമാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയിട്ടുമുണ്ട്. 11 ASPമാരെയും സ്ഥലം മാറ്റി. 26 CIമാർക്ക് ഡിവൈഎസ്പിമാരായി സ്ഥാനക്കയറ്റം നൽകിയിട്ടുണ്ട്. IPS തലത്തിലും വൻ അഴിച്ചുപണി വൈകാതെ ഉണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം. ഋഷികുമാർ ശുക്ല പുതിയ CBI ഡയറക്ടർ. മധ്യപ്രദേശ് DGP സ്ഥാനത്തു നിന്നും നീക്കപ്പെട്ടതിന് പിന്നാലെയാണ് നിയമനം. പ്രധാനമന്ത്രി അധ്യക്ഷനായ സെലക്ട് കമ്മിറ്റി നൽകിയ ചുരുക്കപ്പട്ടികയിൽ നിന്നാണ് നിയമനം. സമിതി അംഗമായ കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ നിയമനത്തോട് വിയോജിച്ച് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകി. അഴിമതി കേസുകൾ അന്വേഷണത്തിൽ ശുക്ലയ്ക്ക് പരിചയക്കുറവുണ്ട് എന്ന് കാട്ടിയാണ് എതിർപ്പ്. ജനുവരി 10 അലോക് വർമ്മയെ മാറ്റിയതിനെ തുടർന്ന് ഒഴിഞ്ഞുകിടക്കുകയായിരുന്ന CBI ഡയറക്ടർ സ്ഥാനത്തേക്കാണ് പുതിയ നിയമനം. 1983 മധ്യപ്രദേശ് കാഡർ ഉദ്യോഗസ്ഥനായ ഋഷികുമാർ ശുക്ല മധ്യപ്രദേശ് DGP ആയിരുന്നു. കമൽനാഥ് സർക്കാരുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് അടുത്തിടെ അദ്ദേഹത്തെ DGP സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. ഉയർന്നുകേട്ട പ്രധാന പേരുകൾ മറികടന്നാണ് CBI ഡയറക്ടറായുള്ള ഋഷികുമാർ ശുക്ലയുടെ വരവ്. 80ഓളം പേരുടെ പട്ടികയിൽ നിന്നാണ് പ്രധാനമന്ത്രി അധ്യക്ഷനായ സെലക്ട് കമ്മിറ്റി ശുക്ലയുടെ പേര് ശുപാർശ ചെയ്തത്. 2 വർഷത്തേക്കാണ് നിയമനം. നിയമനം ഉടൻ വേണമെന്നുള്ള സുപ്രീംകോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് തീരുമാനം. അധികാരതർക്കം, അലോക് വർമ്മയെ പുറത്താക്കൽ തുടങ്ങിയ വിവാദങ്ങളിലൂടെ CBIക്ക് നഷ്ടമായ പ്രതിച്ഛായയും വിശ്വാസ്യതയും തിരികെ പിടിക്കുകയാണ് ശുക്ലയ്ക്ക് മുന്നിലുള്ള വെല്ലുവിളി. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാട്, 2G സ്പെക്ട്രം, കൽക്കരി അഴിമതി, P. ചിദംബരത്തിനെതിരായ എയർസെൽ മാക്സിസ് കേസ്, ICICI ബാങ്ക് മുൻ CEO ചന്ദ കൊച്ചാറിനെതിരെയുള്ള കേസ് എന്നിവയിൽ പുതിയ ഡയറക്ടറുടെ നിലപാട് നിർണായകമാകും. ന്യൂസ് 18 ഡൽഹി. ഭീമ കൊറേഗാവ് സംഘർഷത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത പ്രമുഖ ദളിത് മാർക്സിസ്റ്റ് ചിന്തകൻ ആനന്ദ് തെലുംദയെ വിട്ടയച്ചു. അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് വ്യക്തമാക്കി റിമാൻഡ് അനുവദിക്കാൻ പൂനെ കോടതി വിസമ്മതിച്ചു. അറസ്റ്റിനെതിരെ CPMഉം വിവിധ മനുഷ്യാവകാശ സംഘടനകളും രംഗത്തെത്തിയിരുന്നു. ഫെബ്രുവരി 11 വരെ അറസ്റ്റ് പാടില്ലെന്ന സുപ്രീംകോടതി ഉത്തരവ് പോലീസ് ലംഘിച്ചതിനാലാണ് പ്രമുഖ ദളിത് മാർക്സിസ്റ്റ് ചിന്തകൻ ആനന്ദ് തെലുംദയെ ഉടൻ വിട്ടയക്കാൻ പൂനെ കോടതി ഉത്തരവിട്ടത്. അറസ്റ്റ് നിയമപരമല്ല. ഉത്തരവിന് പിന്നാലെ പൂനെ പോലീസ് തെലുംദയെ വിട്ടയച്ചു. ഭീമ കൊറേഗാവ് സംഘർഷത്തിനിടയാക്കിയ 2017 എൽഗാർ പരിഷത്ത് യോഗവുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് പുലർച്ചെ മുംബൈ വിമാനത്താവളത്തിലായിരുന്നു അറസ്റ്റ്.
ജാമ്യാപേക്ഷ പൂനെ കോടതി നിരസിച്ചത് കാട്ടിയായിരുന്നു പോലീസ് നടപടി. പൗരാവകാശ ലംഘനത്തിൽ കോടതി ഇടപെട്ടതിനെ CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ സ്വാഗതം ചെയ്തു. This sort of an arrest is a very big authoritarian assault on human rights and activists who speak out against the policies of this government. ചില മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച വ്യാജരേഖകളുടെ അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ മാവോയിസ്റ്റ് ബന്ധം ആരോപിക്കുന്നതെന്നാണ് തെൽത്തുംദയുടെ വിശദീകരണം. തിരിച്ചടി നേരിട്ടെങ്കിലും ഫെബ്രുവരി 11 ശേഷം തെൽത്തുംദയെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചേക്കും. ന്യൂസ് 18 ഡൽഹി. കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന കേസിൽ റോബർട്ട് വദ്രയ്ക്ക് ഡൽഹി കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. 1 ലക്ഷം രൂപ ബോണ്ടിന്റെ ഉറപ്പിലാണ് ഈ മാസം 16 വരെ ഇടക്കാല ജാമ്യം. ചോദ്യം ചെയ്യലിനായി വാദ്ര ബുധനാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപാകെ ഹാജരാകണം. പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പദവി ഏറ്റെടുക്കാനിരിക്കെയാണ് റോബർട്ട് വാദ്രയ്ക്കെതിരായ കള്ളപ്പണ കേസിലെ നടപടികൾ സജീവമാകുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്താൽ കോൺഗ്രസിന് രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്ന് കണക്കുകൂട്ടലിലാണ് വാദ്ര ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. നിയമം മാനിക്കുന്നയാളാണ് വാദ്രയെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും മുതിർന്ന അഭിഭാഷകൻ KTS തുളസി വാദിച്ചു. ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വാദ്രയ്ക്ക് നിർദ്ദേശം നൽകിയ ഡൽഹി പട്യാല ഹൌസ് കോടതി 16-ാം തീയതി വരെ മുൻകൂർ ജാമ്യം അനുവദിച്ചു. 1 ലക്ഷം രൂപ ബോണ്ടിന്റെ ഉറപ്പിലാണ് ജാമ്യം. गांधी कुटुंबम पूर्णमाയും ജാമ്യത്തിലാണ് കഴിയുന്നതെന്ന് BJP ആരോപിച്ചു. और आज से मुझे लगता है कि गांधी परिवार को गांधी परिवार नहीं कह के द बेल फैमिली बेल परिवार कहना चाहिए. सोनिया जी बेल पे, राहुल जी बेल पे और आज रॉबर्ट वाड्रा भी बेल पे हैं. ആയുധ വ്യാപാരിയായ സഞ്ജയ് ഭണ്ഡാരിയെ ബിനാമിയാക്കി ലണ്ടനിലെ ബ്രൈൻസ്റ്റൺ സ്ക്വയറിൽ റോബർട്ട് വദ്ര വസ്തു വാങ്ങിയ ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിച്ചുവെന്നാണ് എൻഫോഴ്സ്മെന്റ് കേസ്. വാദ്രയുടെ അടുത്ത സഹായി മനോജ് അറോറയുടെ അറസ്റ്റ് ബുധനാഴ്ച വരെ കോടതി തടഞ്ഞിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ സെനഗലിൽ അറസ്റ്റിലായ അധോലോക നായകൻ രവി പൂജാരിയെ വിട്ടുകിട്ടാൻ ഇന്ത്യ ശ്രമം തുടങ്ങി. കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളുടെ സഹായത്തോടെ കർണാടക പോലീസാണ് രവി പൂജാരിയെ ഇന്ത്യയിലെത്തിക്കാൻ ശ്രമം നടത്തുന്നത്. ബാംഗ്ലൂരിൽ എത്തിയാലുടൻ പൂജാരിയെ ചോദ്യം ചെയ്യാൻ കേരള പോലീസും നീക്കം തുടങ്ങി. കർണാടകയിൽ കൊലക്കേസുകളടക്കം നിരവധി കേസുകൾ പ്രതിയാണ് രവി പൂജാരി. വിവിധ സംസ്ഥാനങ്ങളായി ഗുരുതര കുറ്റകൃത്യങ്ങളടക്കം 500ഓളം കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. രവി പൂജാരിയെ വിട്ടുകിട്ടാൻ ഊർജ്ജിത ശ്രമം തുടങ്ങിയതായി കർണാടക മുഖ്യമന്ത്രി SD കുമാരസ്വാമി പറഞ്ഞു. സെനഗൽ പോലീസാണ് ഒരു ബാർബർ ഷോപ്പിൽ നിന്ന് കഴിഞ്ഞ 19-ന് രവി പൂജാരിയെ പിടികൂടിയത്. ഇപ്പോൾ സെനഗൽ തലസ്ഥാനമായ ഡാക്കറിലെ ജയിലിലാണ് ഇയാൾ. ആഫ്രിക്കയിൽ ഉടനീളമുള്ള നമസ്തേ ഇന്ത്യ ഹോട്ടൽ ശൃംഖലയുടെ ഉടമ രവി പൂജാരിയാണ്. ആന്റണി ഫെർണാണ്ടസ് എന്ന പേരിലാണ് രവി പൂജാരി സെനഗൽ താമസിച്ചിരുന്നത്. സെനഗലിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയമാണ് രവി പൂജാരിയെ വിട്ടുകിട്ടാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. രവി പൂജാരിയെ ബാംഗ്ലൂരിലെത്തി ചോദ്യം ചെയ്യാനാണ് പോലീസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ആവശ്യമെങ്കിൽ മാത്രം കൊച്ചിയിൽ എത്തിച്ചാൽ മതിയെന്നും തീരുമാനിച്ചിട്ടുണ്ട്. N ശ്രീനാഥ്, ന്യൂസ് 18 കൊച്ചി. നിരോധിത ബംഗ്ലാദേശ് തീവ്രവാദ സംഘടനയായ ജമാഅത്തുൽ മുജാഹിദിന്റെ നേതാവ് അബ്ദുൾ മദീനെ മലപ്പുറത്തു നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള പോലീസിന്റെ സഹായത്തോടെ പശ്ചിമബംഗാൾ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. 2014-ൽ പശ്ചിമബംഗാളിൽ ബർദ്വാനിൽ നടന്ന സ്ഫോടനത്തിൽ അബ്ദുൾ മദീന് പങ്കുള്ളതായി ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു. അറസ്റ്റിലായ മദീനെ കൊൽക്കത്തയിലേക്ക് കൊണ്ടുപോയി. അസം സ്വദേശിയായ ഇയാൾ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിൽ വിദഗ്ധനാണ് എന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നു. വ്യാജ സർവകലാശാലയിൽ ചേർന്ന് അമേരിക്കയിലെത്തിയ 129 ഇന്ത്യൻ വിദ്യാർത്ഥികളെ US പോലീസ് അറസ്റ്റ് ചെയ്തു. സർവകലാശാല വ്യാജമായിരുന്നുവെന്ന വിദ്യാർത്ഥികൾക്ക് അറിവില്ലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. വിദ്യാർത്ഥികളെ നിയമ നടപടികളിൽ നിന്നും രക്ഷിച്ച് തിരികെ ഇന്ത്യയിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം തുടങ്ങി. ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ജോർജിയ, ടെക്സാസ് നഗരങ്ങളിൽ അമേരിക്കൻ സുരക്ഷാ വിഭാഗം നടത്തിയ റെയ്ഡിലാണ് 129 ഇന്ത്യൻ വിദ്യാർത്ഥികൾ അറസ്റ്റിലായത്. 600 വിദ്യാർത്ഥികൾക്കെതിരെ അറസ്റ്റ് വാറന്റും ഉണ്ട്. സ്റ്റുഡന്റ് വിസ തട്ടിപ്പ് നടത്തി അമേരിക്കയിൽ കഴിയുന്നവരെ കണ്ടെത്താനായിരുന്നു പരിശോധന. ഫാർമിംഗ്ടൺ ഹിൽസിൽ സ്ഥിതി ചെയ്തിരുന്ന വ്യാജ സർവകലാശാല അമേരിക്കൻ അധികൃതർ അടച്ചുപൂട്ടി. ഇവിടെ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് സർവകലാശാല വ്യാജമാണെന്ന് അറിയാമായിരുന്നുവെന്ന് US അധികൃതർ പറയുന്നു. എന്നാൽ വിദ്യാർത്ഥികളുടെ ബന്ധുക്കൾ ഇത് നിഷേധിച്ചു. അറസ്റ്റിലായ വിദ്യാർത്ഥികൾ വീട്ടുതടങ്കലിലാണ്. 8 അനധികൃത റിക്രൂട്ട്മെന്റുകാരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തട്ടിപ്പുകാർ സർവകലാശാലയുടെ വിവരങ്ങൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ തങ്ങാനുള്ള രേഖ തയ്യാറാക്കുകയായിരുന്നു. വൻ തുകയാണ് പ്രതിഫലമായി വിദ്യാർത്ഥികളിൽ നിന്ന് തട്ടിപ്പുകാർ ഈടാക്കിയത്. വിദ്യാർത്ഥികളെ സഹായിക്കാൻ അമേരിക്കയിലെ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ തുറന്നു. വിദ്യാർത്ഥികളുടെ മോചനത്തിന് ശ്രമം തുടങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.
റഷ്യയുമായുള്ള മിസൈൽ കരാറിൽ നിന്നും അമേരിക്ക പിന്മാറി. കരാർ വ്യവസ്ഥകൾ റഷ്യ ലംഘിച്ചുവെന്നാരോപിച്ചാണ് അമേരിക്കയുടെ പിന്മാറ്റം. ഇതോടെ അമേരിക്ക റഷ്യ ബന്ധം കൂടുതൽ വഷളാകും. 1987 ഡിസംബർ 8 അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റൊണാൾഡ് റീഗനും സോവിയറ്റ് യൂണിയൻ തലവനായിരുന്ന മിഖായിൽ ഗോർബച്ചോവുമാണ് കരാർ ഒപ്പിട്ടത്. കരയിൽ നിന്ന് വിക്ഷേപിക്കുന്ന 500 മുതൽ 5000 കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ള ക്രൂയിസ് മിസൈലുകൾ നിർമ്മിക്കുന്ന 31 വർഷം പഴക്കമുള്ള ഈ കരാർ റഷ്യ പാലിക്കുന്നില്ലെന്നാണ് അമേരിക്കയുടെ ആക്ഷേപം. കരാർ പാലിക്കാൻ റഷ്യയ്ക്ക് അനുവദിച്ച 60 ദിവസത്തെ കാലാവധി അവസാനിക്കുന്നതോടെയാണ് അമേരിക്ക കടുത്ത തീരുമാനമെടുത്തത്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപെയാണ് പിന്മാറ്റ തീരുമാനം പ്രഖ്യാപിച്ചത്. We have raised Russia's non-compliance with Russian officials, including at the highest levels of government, more than 30 times. Yet Russia continues to deny that its missile system is non-compliant and violates the treaty. കരാർ പിന്മാറ്റം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ശീതയുദ്ധകാലത്ത് ഒപ്പുവെച്ച കരാർ അമേരിക്ക കൃത്യമായി പാലിച്ചു വരികയായിരുന്നുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കയുടെ പിന്മാറ്റം ആണവശക്തികൾക്കിടയിൽ മത്സരം ശക്തമാക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. കരാറിൽ നിന്ന് പിന്മാറിയെങ്കിലും റഷ്യയുടെ വൻതോതിലുള്ള ആയുധ നിർമ്മാണം അനുവദിക്കില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണെന്ന് വ്യക്തമാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. ബിജെപിയോട് ജനങ്ങൾക്കുള്ള താൽപര്യം കണ്ട് മമതാ ബാനർജിയുടെ ഉറക്കം നഷ്ടപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിലെ ദുർഗാപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് തൃണമൂൽ സർക്കാരിനെതിരെ പ്രധാനമന്ത്രി ആഞ്ഞടിച്ചത്. വൻ ജനത്തിരക്കും ബഹളവും കാരണം പ്രധാനമന്ത്രിക്ക് പ്രസംഗം പൂർത്തിയാക്കാനായില്ല. ഈ വലിയ ജനക്കൂട്ടം ബംഗാൾ ജനതയുടെ സ്നേഹത്തിന്റെ തെളിവാണ് എന്ന് പറഞ്ഞാണ് നരേന്ദ്രമോദി പ്രസംഗം തുടങ്ങിയത്. എന്നാൽ ആവേശവും തിരക്കും അതിരുവിട്ടതോടെ ജനങ്ങളോട് ശാന്തരാകാൻ മോദി ആവർത്തിച്ചാവശ്യപ്പെട്ടു. आप शांति रखिए, अब मैदान छोटा पड़ गया है, आप जहां हैं वहीं खड़े रहिए. പക്ഷേ ബഹളം തുടർന്നു. തിരക്ക് നിയന്ത്രണം വിട്ട് കുറച്ചുപേർക്ക് പരിക്കേറ്റു. ആളുകളെ നിയന്ത്രിക്കാൻ പോലീസും സുരക്ഷാ വിഭാഗവും നടത്തിയ ശ്രമങ്ങളിലും പലർക്കും പരിക്കേറ്റു. ഇതോടെ പ്രധാനമന്ത്രി പ്രസംഗം വെട്ടിച്ചുരുക്കി മടങ്ങി. ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നതായി പിന്നീട് മറ്റൊരു യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഭാരതീയ പാരമ്പര്യമുള്ള പദ്ധതികളെ മോദിയുടെ പദ്ധതികളായി കണ്ട് ചുരുക്കരുത് എന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു. യോഗിയും സ്വച്ഛ് ഭാരതം പദ്ധതിയും രാജ്യപുരോഗതിക്ക് വേണ്ടിയുള്ളതാണ്. വാർത്തകളിൽ മാധ്യമങ്ങൾ നിലപാടുകൾ കൂട്ടിക്കലർത്തരുത് എന്നും വെങ്കയ്യ നായിഡു പറഞ്ഞു. കോട്ടയത്ത് ബാലജന സഖ്യത്തിന്റെ നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. Yoga is for your body, not because of Modi. You have to understand this, and then you should not politicize it also. We should never politicize it, and we should never communalize it. തണ്ണീർമുക്കം ബണ്ട് ഒരു വർഷത്തേക്ക് തുറന്നിടാനുള്ള ബജറ്റ് നിർദ്ദേശത്തിനെതിരെ കർഷകർ സമരത്തിനൊരുങ്ങുന്നു. മതിയായ നഷ്ടപരിഹാരം മുൻകൂട്ടി നൽകാതെ തീരുമാനവുമായി സഹകരിക്കില്ല എന്നാണ് കർഷകരുടെ നിലപാട്. ബണ്ട് തുറന്നാൽ ഒരു വർഷത്തേക്ക് അപ്പർ കുട്ടനാടൻ മേഖലയിൽ കൃഷി ചെയ്യാനാകില്ല എന്നും കർഷകർ ചൂണ്ടിക്കാട്ടി. തണ്ണീർമുക്കം ബണ്ട് ഒരു വർഷത്തേക്ക് തുറന്നുവെച്ച് ഉപ്പുവെള്ളം കയറ്റി ശുദ്ധീകരിക്കാനാണ് ബജറ്റ് നിർദ്ദേശം. പാരിസ്ഥിതികാഘാത പഠനം പൂർത്തിയാക്കി 2019-20 വർഷം ഇത് നടപ്പാക്കാനാണ് തീരുമാനം. ഈ നീക്കത്തിനെതിരെയാണ് അപ്പർ കുട്ടനാട്ടിലെ കർഷകർ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. ബണ്ട് തുറക്കുന്ന ഒരു വർഷം കൃഷി നടക്കില്ല. നഷ്ടപരിഹാരം നൽകാൻ 20 കോടി രൂപ സർക്കാർ ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ടെങ്കിലും ഉപ്പുവെള്ളം കയറിയാൽ തുടർന്നുള്ള ഒരു വർഷവും കൃഷി നടക്കില്ലെന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. 2 വർഷത്തെ നഷ്ടപരിഹാരം മുൻകൂട്ടി നൽകാൻ തയ്യാറായില്ലെങ്കിൽ സമരം നടത്താനാണ് കർഷകരുടെ തീരുമാനം. ഒരു വർഷം ഷട്ടർ തുറന്നിടുമ്പോൾ യഥാർത്ഥം ഞങ്ങൾക്ക് 2 വർഷത്തെ കൃഷിയാണ് നശിക്കുന്നത്. 20,000 രൂപ ഞങ്ങൾക്ക് ഒരു ഏക്കറിന് സർക്കാർ അഡ്വാൻസ് തരുവാണെങ്കിൽ ഞങ്ങൾ ഇതിനെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ സഹിക്കാൻ ഞങ്ങൾ തയ്യാറാകും. ഇപ്പോൾ വിളയുണ്ടായിട്ട് പോലും ഇൻഷുറൻസിന് 20 കോടി അനുവദിച്ചെന്ന് പറഞ്ഞ പോലും ഞങ്ങൾ കൈ കിട്ടാതെ വരുന്ന സമയത്ത് അത് തികയുന്നില്ല. അപ്പോൾ ഇത് 20 കോടി കൊണ്ട് മൊത്തം ഞങ്ങളെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഉപ്പുവെള്ളം കയറുന്നതോടെ പാടങ്ങൾ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടും. കുട്ടനാടൻ പാടങ്ങളിലെ കൃഷിയെ ഇത് ബാധിക്കില്ല. കൃഷിക്കായി കാർഷിക കലണ്ടർ നിർമ്മിക്കുക എന്ന ലക്ഷ്യവും ഇതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. തണ്ണീർമുക്കം ബണ്ട് തുറക്കുന്നതിനെ ആശങ്കയോടെയാണ് അപ്പർ കുട്ടനാട്ടിലെ കർഷകർ കാണുന്നത്. കർഷകരുടെ ആശങ്ക പരിഹരിച്ചു വേണം ഇത് നടപ്പാക്കാൻ. ക്യാമറമാൻ ലിബിൻ ഗൗമനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. സംസ്ഥാന ബജറ്റിൽ പാലക്കാട് ജില്ലയ്ക്ക് അനുവദിച്ച റൈസ് പാർക്കിനോട് നെൽകർഷകർക്ക് സമ്മിശ്ര പ്രതികരണം. മുൻപുള്ള പ്രഖ്യാപനങ്ങൾ ഇതുവരെ യാഥാർത്ഥ്യമായില്ല എന്ന് വിവിധ കർഷക സംഘടനകൾ പറയുന്നു. സംസ്ഥാന ബജറ്റിൽ നെൽകർഷകരെ അവഗണിച്ചതായും ആരോപണമുണ്ട്. കർഷകരിൽ നിന്നും നെല്ല് സംഭരിച്ച് അരിയാക്കുന്നതിന് പുറമെ
മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും തയ്യാറാക്കുന്നതിനായി റൈസ് പാർക്ക് സ്ഥാപിക്കും എന്നതായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ആധുനിക റൈസ് മിൽ ഉൾപ്പെടെയുള്ള മുൻ പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യമാകാതെ കിടക്കുമ്പോൾ റൈസ് പാർക്കും പ്രഖ്യാപനത്തിൽ ഒതുങ്ങരുതെന്ന് കർഷകർ പറയുന്നു. അതുകൊണ്ട് തന്നെ പുതിയ പ്രഖ്യാപനത്തോട് സമ്മിശ്ര പ്രതികരണമാണ് വിവിധ കർഷക സംഘടനകൾക്കുള്ളത്. റൈസ് പാർക്ക് ഇപ്പോൾ അതിന്റെ ഒരു മറ്റ് ബൈ പ്രോഡക്ട്സ്, നെല്ലിന്റെ ബൈ പ്രോഡക്ട്സ് കൊണ്ട് ധാരാളം പദ്ധതികൾ ഉണ്ടാക്കി അതിന്റെയൊക്കെ ആദായം മറ്റു പലരും കൊണ്ടുപോകുമ്പോൾ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് അതിന്റെ ഒരു ഗുണവും കിട്ടാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാർക്ക് കൊണ്ട് അതിൻ്റെതായ ഒരു ആദായത്തിന്റെ ഒരു ശതമാനം അത് കർഷകന് ഉറപ്പാക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും കർഷകൻ ഇതിന് സ്വാഗതം ചെയ്യും. ബജറ്റിൽ നെൽകർഷകരെ അവഗണിച്ചതായും പരാതിയുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷിയുള്ളത് പാലക്കാടാണ്. പാലക്കാടിലെ കർഷകരാണ് ഏറ്റവും കൂടുതൽ കടക്കിണി കൊണ്ട് ദുരിതം അനുഭവിക്കുന്നത്. ജപ്തി ലേല നടപടികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. നെല്ലിന്റെ സംഭരണ വില പ്രഖ്യാപിക്കണം, നെല്ല് സംഭരണം കാര്യക്ഷമമാക്കണം, സർഫാസി ആക്ട് 2002 റദ്ദ് ചെയ്യണം. ഈ വക കാര്യത്തിലേക്കൊന്നും സർക്കാർ കടന്നിട്ടില്ല. കുറെ വാഗ്ദാനങ്ങൾ അവിടെയും ഇവിടെയായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ കർഷകർക്ക് നേരിട്ട് പ്രയോജനം കിട്ടുന്ന യാതൊരു പ്രഖ്യാപനവും ഈ ബജറ്റിൽ ഇല്ല. പൊതുവെ കേരള ബജറ്റ് നിരാശാജനകമാണ് കർഷകരെ സംബന്ധിച്ച്. നിലവിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് നെല്ല് സംഭരിക്കുന്നത്. ഇത് കാര്യക്ഷമമല്ലെന്ന ആക്ഷേപവും ശക്തമാണ്. ഇവ പരിഹരിക്കുന്നതിന് കൂടിയാണ് റൈസ് പാർക്ക് സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനം. ന്യൂസ് 18 പാലക്കാട്. സമൂഹത്തിലെ മൂല്യങ്ങളെ മാധ്യമങ്ങൾ മാനിക്കണമെന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു. വാർത്തയും വീക്ഷണവും കൂട്ടിക്കുഴയ്ക്കരുത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് നീതി ലഭിക്കുന്നുവെന്ന് മാധ്യമങ്ങൾ ഉറപ്പാക്കണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. കൊല്ലം പ്രസ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമാ ടിക്കറ്റുകൾക്ക് സംസ്ഥാന ബജറ്റിൽ ചുമത്തിയ 10% തദ്ദേശ നികുതിയെ ചൊല്ലി ചലച്ചിത്ര വ്യവസായികളും ധനമന്ത്രിയും തമ്മിലുള്ള തർക്കം രൂക്ഷമായി. നികുതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഫെഫ്ക മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. എന്നാൽ വിവാദങ്ങൾ വെറും ബഹളം വെപ്പാണ് എന്ന് ധനമന്ത്രി തോമസ് ഐസക് പ്രതികരിച്ചു. പുതിയ നികുതി നിരക്ക് സിനിമാ മേഖലയെ ബാധിക്കില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. കാണികൾ ടിക്കറ്റ് നൽകേണ്ടി വരുന്ന നികുതിയിൽ വർധനവുണ്ടാകുന്നില്ലെന്ന് ധനമന്ത്രി അവകാശപ്പെട്ടു. എന്നാൽ ഇത് ശരിയല്ലെന്നാണ് ഫെഫ്ക അടക്കമുള്ള സംഘടനകളുടെ നിലപാട്. 28% GST നിരക്ക് സിനിമാ വ്യവസായത്തെ പ്രതികൂലമായി ബാധിച്ച സാഹചര്യത്തിൽ നികുതി കുറയ്ക്കാൻ GST കൌൺസിൽ തയ്യാറായി. ഇത് സിനിമാ മേഖലയ്ക്ക് ഉണർവ് പകർന്നിരുന്നു. എന്നാൽ സംസ്ഥാന ബജറ്റിലെ പുതിയ നികുതി വീണ്ടും തിരിച്ചടിയാകുമെന്ന് ഫെഫ്ക മുൻ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഇത് പ്രേക്ഷകരിൽ അമിതഭാരമാണ് ഏൽപ്പിക്കുന്നത്. കാരണം കഴിഞ്ഞ 2 മാസമായിട്ട് ഈ GST നിരക്കുകൾ കുറച്ചപ്പോൾ ഇന്ത്യയെമ്പാടും 7.5%, കേരളത്തിൽ 4% പ്രേക്ഷകരുടെ വർധനവ് രേഖപ്പെടുത്തിയ ഇതിന് കണക്കുകളുള്ളതാണ്. ഇത് വളരെ കുത്തനെ താഴെ പോകും. ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ചെറിയ പടങ്ങളായിരിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നികുതി വരുന്നതോടെ പഴയ പേപ്പർ ടിക്കറ്റ് സംവിധാനത്തിലേക്ക് സിനിമാ മേഖല തിരിച്ചു പോകേണ്ടി വരുമെന്നും സിനിമാ വ്യവസായ മേഖലയിലുള്ളവർ പറയുന്നു. നമ്മൾ കൂടുതൽ മുമ്പോട്ട് പോയിട്ട് ഇതിനെ പേപ്പർലെസ് എൻട്രി തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇത് ഒറ്റയടിക്ക് പഴയ കാര്യങ്ങൾ തിരിച്ചു വരിക ചെയ്യുന്നത്. ഇനി ഞങ്ങൾ ടിക്കറ്റ് സീൽ ചെയ്യാനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പോകണം. ടിക്കറ്റിന് വില വർധനവനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവധി ദിവസം 2 രൂപ കൂട്ടുക, ബാക്കിയുള്ള ദിവസം 3 രൂപ കുറയ്ക്കുക തുടങ്ങിയ ഫ്ലെക്സിബിലിറ്റി അപ്പാടെ ഒരു മോണിറ്ററിങ്, ഒരു എന്താ പറയേണ്ടത്, ആധികാരികതയില്ലാത്ത ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു മോണിറ്ററിംഗിലേക്ക് ഈ കാര്യങ്ങൾ പോകും. ധനമന്ത്രി തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ഫെഫ്ക മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. എൻ ശ്രീനാഥ്, ന്യൂസ് 18 കൊച്ചി. അന്തിയുറങ്ങാൻ ഒരു വീടിനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി ഒരു റിട്ടയർഡ് അധ്യാപകൻ. വെള്ളത്തൂവൽ സ്വദേശി KJ കുര്യനും ഭാര്യ മേരിക്കുട്ടിയുമാണ് കയറി കിടക്കാൻ സ്വന്തമായ ഒരു വീടില്ലാതെ ബുദ്ധിമുട്ടുന്നത്. കാലവർഷക്കെടുതിയിലാണ് കുര്യനും കുടുംബത്തിനും വീട് നഷ്ടമായത്. ഇക്കഴിഞ്ഞ പ്രളയകാലത്താണ് കുര്യനും കുടുംബത്തിനും വീട് നഷ്ടപ്പെട്ടത്. വെള്ളത്തൂവൽ എസ് വളവിലുണ്ടായിരുന്ന 60 സെന്റ് ഭൂമിയും ഗൃഹോപകരണങ്ങളും വസ്ത്രവും വളർത്തുമൃഗങ്ങളുമെല്ലാം മലവെള്ളം കൊണ്ടുപോയി. ഉരുൾപൊട്ടലിൽ ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും കയറിക്കിടക്കാൻ ഒരു വീടില്ലാത്തതിന്റെ സങ്കടം ഇദ്ദേഹത്തിന് പറഞ്ഞറിയിക്കാനാവുന്നില്ല. സാരമായ പരുക്കുകളോടെ ഞാനും വൈഫും ആശുപത്രിയിലായിപ്പോയി. 16/8/2018 മുതൽ 3.5 മാസം പല ആശുപത്രികളിലായിട്ട് ചികിത്സയിലായിരുന്നു. ഇപ്പോൾ ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തല ചായ്ക്കാൻ ഇടമില്ലാത്ത ഒരവസ്ഥയാണ്. ഇതാണ് ഞങ്ങളെ ഇപ്പോൾ ഏറ്റവും അധികമായി അലട്ടുന്ന പ്രശ്നം. 26 വർഷത്തോളം ഹൈറേഞ്ചിലെ വിവിധ സർക്കാർ വിദ്യാലയങ്ങളിൽ അധ്യാപകനായിരുന്നു ഇദ്ദേഹം. തകർന്ന വീടിനുള്ളിൽ അകപ്പെട്ട കുര്യന്റെ നട്ടലിന് പൊട്ടലുണ്ടാവുകയും ഇടുപ്പല്ല തകരുകയും ചെയ്തിരുന്നു.
3.5 മാസത്തോളം വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ചികിത്സയ്ക്കായി ലക്ഷക്കണക്കിന് രൂപ ചെലവായെങ്കിലും 60,000 രൂപ മാത്രമാണ് സർക്കാർ സഹായമായി ലഭിച്ചത്. സ്വന്തമായി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇനി വീട് നിർമ്മിക്കാനാകില്ലെന്ന് കുര്യൻ പറയുന്നു. ചികിത്സയ്ക്ക് ശേഷം ഊന്നുവടിയുടെ സഹായത്തോടെയാണ് ഇദ്ദേഹം നടക്കുന്നത്. വീടിനുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും നാളിതുവരെ പരിഗണിച്ചിട്ടില്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ പരാതി. ന്യൂസ് 18 വെള്ളത്തൂവൽ. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.